ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിച്ചാൽ അത് മുസ്ലിം സമുദായത്തിനെതിരായ വിമർശനമല്ലെന്ന് വിജയരാഘവന്റെ പ്രസംഗത്തിലെ പരാമർശത്തിൽ തെറ്റില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ. നമ്മൾ പിടിക്കുന്ന മുയലിനെ 4 കൊമ്പൊക്കെ ആകാം അല്ലേ? മുഴുവൻ മുസ്ലിങ്ങളുടെയും മൊത്ത കുത്തക ജമാഅത്തെ ഇസ്ലാമിക്കല്ല എന്നത് ശരിയാണ്. ജമാഅത്തെ ഇസ്ലാമി രാജ്യവിരുദ്ധത ചെയ്താൽ അവരെ വിമർശിക്കും, SDPയോ പോപ്പുലർ ഫ്രണ്ടോ ചെയ്താൽ അവരെ വിമർശിക്കും. പക്ഷേ മുസ്ലിം സമുദായത്തിന്റെ എല്ലാ നേതാക്കന്മാരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇസ്ലാമിന്റെ ശത്രുക്കളെ എതിർത്താൽ അവർ ഒറ്റക്കെട്ടായിട്ട് നിന്ന് അതിനെ പൊരുതും, അതിനെതിരെ. അതാണ് ഇതുവരെ കണ്ടിട്ടുള്ളത്. ശരി, ഇരിക്കട്ടെ. MP ഗോവിന്ദൻ അദ്ദേഹത്തിന്റെ അഭിപ്രായം സ്വതന്ത്രമായി പങ്കുവച്ചു. വിജയരാഘവൻ പറഞ്ഞത് വളരെ കൃത്യമാണെന്നും പരാമർശത്തിനൊപ്പം പാർട്ടി ഉറച്ചു നിൽക്കുന്നെന്നും കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPയുടെയും സഖ്യകക്ഷികളാണെന്നും MP ഗോവിന്ദൻ ആവർത്തിച്ചു പറഞ്ഞു. ഇതോടെ കേരളത്തിൽ കോൺഗ്രസിനെ വരും ദിവസങ്ങളിൽ ആക്രമിക്കും എന്ന വലിയ ഒരു സന്ദേശം കൂടിയാണ് CPM നൽകുന്നത്. മുസ്ലിം ലീഗിനെതിരെയും കടന്നാക്രമണം ഉണ്ടാകും. ഈ സംസ്ഥാന സമ്മേളനത്തോടെ CPM പാർട്ടി ലൈനിൽ മാറ്റം വരും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷത്തെ ചേർത്ത് നിർത്തിയാണ് CPM ഭരണ തുടർച്ച ഉറപ്പിച്ചത്. അതിന് വിരുദ്ധമായ പാർട്ടി ലൈനിലൂടെ ഭരണത്തിൽ ഹാട്രിക്കിലെത്താമെന്നാണ് CPMന്റെ പ്രതീക്ഷ. ഈ സാഹചര്യത്തിലാണ് എല്ലാ അർത്ഥത്തിലും വിജയരാഘവനെ CPM നേതൃത്വം കടന്നാക്രമിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ വിമർശനം മുസ്ലിങ്ങൾക്കെതിരല്ല, RSS വിമർശനം ഹിന്ദുക്കൾക്കുമെതിരല്ല. ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതകൾ ശക്തിയായി വരുന്നുണ്ട്. അതിലൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. മുസ്ലിം സമുദായത്തിൽ ഭൂരിപക്ഷവും മതേതരവാദികളാണ്. മുസ്ലിം വർഗീയവാദത്തിന്റെ പ്രധാന വിഭാഗമായി ജമാഅത്തെ ഇസ്ലാമിയും ഭീകരവാദ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി SDPയും നിൽക്കുന്നു. ജമാഅത്തിന്റെയും SDPയുടെയും സഖ്യകക്ഷിയാണ് കോൺഗ്രസ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇക്കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലും ഇവര് സഖ്യകക്ഷികളായിട്ടാണ് പ്രവർത്തിച്ചത്. ഇത് ദൂരവ്യാപകമായ രാഷ്ട്രീയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നും MP ഗോവിന്ദൻ ആവർത്തിച്ചു. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വയനാട്ടിൽ ജയിച്ചത് മുസ്ലിം വർഗീയവാദികളുടെ പിന്തുണയോടുകൂടിയായിരുന്നു എന്നാണ് പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവന്റെ പരാമർശം. ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയിലാണ് CPMും കോൺഗ്രസും. അതുകൊണ്ട് തന്നെ രാഹുലിനെയും പ്രിയങ്കയെയും CPM ദേശീയ നേതൃത്വം കടന്നാക്രമിക്കാറില്ല. എന്നാൽ കേരളത്തിലെ നേതൃത്വം അതിന് വിരുദ്ധമായി മുമ്പോട്ട് പോകും. കടുത്ത കോൺഗ്രസ് വിരുദ്ധത ചർച്ചയാകും. എങ്കിൽ മാത്രമേ ഹാട്രിക് ഭരണം സാധ്യമാകൂ എന്നാണ് കേരളത്തിന്റെ CPMന്റെ നിലപാട്. ഹിന്ദു വർഗീയവാദത്തിന്റെ സുപ്രധാന കരുത്തായ RSS പോലെ മുസ്ലിം വർഗീയവാദത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗമായി ജമാഅത്തെ ഇസ്ലാമിയും ഭീകരവാദ പ്രസ്ഥാനത്തിന്റെ ഭാഗമായ SDPയും നിലനിൽക്കുകയാണ്. ഇവരുടെ സഖ്യകക്ഷിയാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും ഒരു സഖ്യകക്ഷിയെ പോലെയായിരുന്നു UDFും ജമാഅത്തെ ഇസ്ലാമിയും പ്രവർത്തിച്ചത്. അത് തന്നെയാണ് വിജയരാഘവനും പറഞ്ഞത്. SDPI, ജമാഅത്തെ ഇസ്ലാമി എന്നിവരെ ചേർത്ത് നിർത്തുന്നതിന്റെ പ്രത്യാഘാതങ്ങൾ വൈകാതെ തന്നെ കോൺഗ്രസിന് ലഭിക്കും. ഇത് ലീഗിനെയും ബാധിക്കും. വർഗീയതയ്ക്കെതിരെ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ഇങ്ങനെയാണ് ഇവർ പൊതുവെ പറയാറുള്ളത്. എന്നാൽ ഇസ്ലാമിക രാഷ്ട്രം വേണമെന്ന നിലപാട് സ്വീകരിച്ചിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുമായി ചേർന്ന് UDFന്റെ കക്ഷിയായി നിൽക്കുന്നത് ശക്തമായ പ്രത്യാഘാതം ലീഗിനുണ്ടാക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. വിവാദ പരാമർശത്തിൽ വിജയരാഘവനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന നിലപാടാണ് CPM സ്വീകരിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി വിജയരാഘവന്റെ പരാമർശത്തെ ന്യായീകരിച്ച് രംഗത്ത് വന്നിരുന്നു. പാർട്ടി നയം അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് വിജയരാഘവൻ പ്രസംഗത്തിൽ പറഞ്ഞത്, തെറ്റായി ഒന്നും പറഞ്ഞിട്ടില്ല. വർഗീയവാദികളുമായി കൂട്ടുകെട്ടുണ്ടാക്കിയാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. കേരളത്തിൽ ഒരു തരത്തിലുള്ള വർഗീയവാദവും അനുവദിക്കില്ല എന്നും ശ്രീമതി പറഞ്ഞു. വയനാട്ടിൽ നിന്ന് 2 പേര് വിജയിച്ചു. രാഹുൽ ഗാന്ധി വിജയിച്ചത് ആരുടെ പിന്തുണയിലാണ്? മുസ്ലിം വർഗീയ ചേരിയിലെ ദൃഢമായ പിന്തുണയില്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഇവിടെ നിന്ന് ഡൽഹിക്ക് എത്തുമോ? അദ്ദേഹമല്ലേ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാവ്. പ്രിയങ്ക ഗാന്ധി ഇവിടെ വന്നപ്പോൾ ആരെല്ലാമായിരുന്നു അവരുടെ ഓരോ ഘോഷയാത്രയിലും മുന്നിലും പിന്നിലും? ന്യൂനപക്ഷ വർഗീയതയിലെ ഏറ്റവും മോശപ്പെട്ട ഘടകങ്ങൾ, തീവ്രവാദ ഘടകങ്ങളും വർഗീയ ഘടകങ്ങളും അതിലുണ്ടായില്ലേ? ഇതാണ് ശ്രീമതി ചോദിച്ചത്. കേരള സർക്കാരിനെ ദുർബലപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ നടത്താനാണ് കേന്ദ്ര സർക്കാരും
കേരളത്തിലെ പ്രതിപക്ഷവും ശ്രമിക്കുന്നത്. കേന്ദ്രത്തിലെ BJP സർക്കാരിന്റെ ജനവിരുദ്ധ നിലപാടുകൾക്കെതിരായി ശരിയായ നിലപാട് സ്വീകരിക്കാൻ ഇവിടുത്തെ പ്രതിപക്ഷത്തിന് സാധിക്കുന്നില്ലെന്നും അവരുടെ മുഖ്യ ശത്രു ഇടതുപക്ഷമാണെന്നും കേരളം നശിച്ചാലും കുഴപ്പമില്ല, അവർക്ക് സൂക്ഷ്മതയോടുകൂടി രാഷ്ട്രീയം കോൺഗ്രസ് കൈകാര്യം ചെയ്യേണ്ടതുകൊണ്ടാണ് സുരേഷ് ഗോപി ഡൽഹിയിലെത്തിയതും കേരളത്തിൽ BJP വിജയിച്ചതെന്നും വിജയരാഘവൻ ആരോപിച്ചു. ചില പരുക്കുകളോടെയാണെങ്കിലും BJP മൂന്നാമതും ഭരണത്തിൽ വന്നിട്ടുള്ള നാടാണ് ഇന്ത്യ. BJPയെ നിയന്ത്രിക്കുന്നത് RSS ആണ്. ജനാധിപത്യ സ്വഭാവമില്ലാത്തതും അത്യന്തം നിഗൂഢമായി പ്രവർത്തിക്കുന്ന സങ്കീർണമായ വിദ്വേഷം നിറഞ്ഞ രാഷ്ട്രീയത്തെ ഉൾക്കൊണ്ടിട്ടുള്ള പ്രസ്ഥാനമാണ് RSS എന്നും വല്ലഭായി പട്ടേലിനെ കുറിച്ച് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്നും ആ കസേരയിൽ പക്ഷേ അമിത്ഷാ ഇരിക്കുകയാണെന്നും വിജയരാഘവൻ അഭിപ്രായപ്പെട്ടു. CPM വയനാട് ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനത്തിലാണ് വിജയരാഘവൻ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള അപകടകരമായ പരാമർശങ്ങൾ നടത്തിയത്. നമുക്കറിയാം ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ ആശയങ്ങൾ എന്താണെന്ന്, അവരുടെ അപകടകരമായ നിലപാടുകൾ എന്താണെന്ന്. ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി തന്നെയാണ് കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി. ബംഗ്ലാദേശിലെയും കേരളത്തിലെയും സർവോപരി ഇന്ത്യയിലെയും ജമാഅത്തെ ഇസ്ലാമി തന്നെയാണ് പാകിസ്ഥാനിലെ ജമാഅത്തെ ഇസ്ലാമി. കേരളത്തിലെ എടുത്തു പറയാൻ കാരണം മൗദൂദിസം ഏറ്റവും കൂടുതൽ വളർന്നു നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ഇന്ന് കേരളം. ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി ഭരണകൂടം പോകുന്നത് എങ്ങോട്ടാ? പാകിസ്ഥാൻ ഇസ്ലാമിസ്റ്റ് മാർഗത്തിൽ തന്നെയാണ്. ഇത് തന്നെയാണ് സിറിയയിൽ ISISകാരും ചെയ്യുന്നത്. ലഷ്കർ-ഇ തൊയ്ബയും അൽ-ഖ്വയ്ദയും ഹമാസും ഒക്കെ മുന്നോട്ട് വെക്കുന്ന ആശയം ഇത് തന്നെയാണ്. ഇവിടെ ഇത്തരം തീവ്ര ഇസ്ലാമിക ചിന്താഗതിക്കാർ, ഈ ഗ്രൂപ്പുകാർ കലാപം നടത്തി തെരഞ്ഞെടുത്ത ഭരണകൂടത്തെ അട്ടിമറിച്ചതിന് പിന്നാലെ എന്താണ് അവർ ചെയ്തത്? സംവരണ വിരുദ്ധ പ്രക്ഷോഭം എന്ന് പറഞ്ഞു തുടങ്ങി. തെരഞ്ഞെടുക്കപ്പെട്ട ഹസീന സർക്കാരിനെ താഴെ ഇറക്കി രാജിവെപ്പിച്ചു. ഹിന്ദു ക്ഷേത്രങ്ങളും ഹിന്ദുക്കളുടെ സ്ഥാപനങ്ങളും അവരുടെ വീടുകളും ഒക്കെ നിരന്തരം ആക്രമിക്കപ്പെട്ടു. അവരൊക്കെ നിരന്തരം കൊല ചെയ്യപ്പെട്ടു, ബലാത്കാരത്തിന് ഇരകളാക്കപ്പെട്ടു. അപകടകരമായ സാഹചര്യത്തിലൂടെയല്ലേ അവിടുത്തെ ന്യൂനപക്ഷം മുന്നോട്ട് പോകുന്നത്. ഇതിലേറ്റവും പുതിയതാണ് ബംഗ്ലാദേശിലെ ഇസ്കോൺ ലീഡറായ ചിന്മയി കൃഷ്ണദാസിന്റെ അറസ്റ്റ്. ഇന്ത്യ ഗവൺമെന്റ് ബംഗ്ലാദേശിൽ ശരിക്കും പറഞ്ഞാൽ ശക്തമായി ഇടപെടേണ്ടുന്ന സമയം അതിക്രമിച്ചിട്ടുണ്ട്. പാക് ബേസ്ഡ് ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകളുമായി ബംഗ്ലാദേശിലെ പുതിയ അജണ്ടയും ജൂണ്ട എന്ന ഒരു ബന്ധം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. ഇപ്പോൾ അരാക്കൻ ആർമിയാണ് ബംഗ്ലാദേശിന് വലിയ രൂപത്തിൽ ഭീഷണിയായി ഉയർന്നു നിൽക്കുന്നത്. ഈ ജമാഅത്തെ ഇസ്ലാമി തന്നെയാണ് കേരളത്തിലും വേരുറപ്പിക്കുന്നത്. ബംഗ്ലാദേശിൽ എന്താണ് ഇന്ന് ന്യൂനപക്ഷം വരുന്ന ഹിന്ദുക്കളോട് ചെയ്യുന്നത് എന്ന് ഓർത്തിരുന്നാൽ മാത്രമേ നാളെ കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട് ഇവർ ആരെയൊക്കെയാണ് കൂട്ടുപിടിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. ഇടതനും വലതനും ഇതിൽ നിന്നും പുറത്തല്ല. ഇവരുടെ ഈ അവിശുദ്ധ കൂട്ടുകെട്ട് എന്തിലേക്കാണ് പോകുന്നത് എന്നത് നോക്കി വെച്ചാലേ നാളെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എത്രമാത്രം ഭീകരമായിരിക്കും എന്ന് നമുക്ക് ഓർമ്മയുണ്ടാകും. നന്ദി.